Hi all, welcome to HVS Academy. ഗൾഫ് കൺട്രീസിലേക്കുള്ള എക്സാംസ് ആയിട്ടുള്ള DHA, HAD, പ്രോമെട്രിക്, PSNView തുടങ്ങിയ എക്സാമുകൾക്ക് HVS അക്കാഡമി ഇൻട്രൊഡ്യൂസ് ചെയ്ത പ്രോഗ്രാമാണ് HVS ഓൺലൈൻ ആപ്പ്. ഓക്കെ, 35 അവേഴ്സിൻ്റെ എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള തിയറി ക്ലാസ്സസ്, അതുകൂടാതെ പ്രാക്ടീസ് ചെയ്യാനുള്ള പ്രീമിയം ക്വസ്റ്റ്യൻസ്, മോക്ക് ടെസ്റ്റ്, എക്സാം മോഡ് ടെസ്റ്റ് തുടങ്ങി കുറേ ഫീച്ചേഴ്സ് ആപ്പിൻ്റെ അകത്തുണ്ട്. കൂടുതൽ വിവരങ്ങൾ അറിയാൻ വേണ്ടി ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക. ഇത് ക്ലാസ്സസ് എടുക്കുന്നതിൻ്റെ ഒരു ഡെമോ വീഡിയോ ആണ്. സോ അധികം ഡിലേ ഇല്ലാതെ തന്നെ നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഹൈപ്പോ പാരാതൈറോയിഡിസം ആണ്. ഓക്കെ, സോ ഹൈപ്പോ പാരാതൈറോയിഡിസം എന്താണ്, അതിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, എങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരിക എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ ടോപ്പിക്കിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് ജസ്റ്റ് എന്താണ് പാരാതൈറോയിഡ് ഗ്ലാൻഡ് എന്നുള്ളതും അതിന്റെ ബാക്കി ഡെഫിനിഷൻസും കാര്യങ്ങളൊക്കെ നോക്കാം. സോ പാരാതൈറോയിഡ് ഗ്ലാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൈറോയിഡ് ഗ്ലാൻഡിന്റെ അകത്തിരിക്കുന്ന 4 ചെറിയ ഗ്ലാൻഡുകളെയാണ് നമ്മൾ പാരാതൈറോയിഡ് ഗ്ലാൻഡ് എന്ന് പറയാം. ഓക്കെ, നമുക്കിവിടെ കാണാൻ പറ്റും 4 കുഞ്ഞു ഗ്ലാൻഡ്, പാരാതൈറോയിഡ് ഗ്ലാൻഡ്. പാരാതൈറോയിഡ് ഗ്ലാൻഡിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് അതൊരു ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യും. ഹോർമോണിന്റെ പേര് എന്ന് പറയുന്നത് പാരാതൈറോയിഡ് ഹോർമോൺ എന്നാണ്. ഹോർമോണിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബ്ലഡിൽ എപ്പോഴെല്ലാം കാൽഷ്യം കുറയുന്നു അപ്പോഴെല്ലാം കാൽഷ്യത്തിനെ ബോൺസിൽ നിന്നും ബ്ലഡിലേക്ക് സപ്ലൈ ചെയ്യുന്ന ആളാണ് പാരാതൈറോയിഡ് ഹോർമോൺ. ക്ലിയർ ആയി? ഓക്കെ, അപ്പോൾ എൻഡോക്രൈനിൽ നമുക്ക് 2 ഡിഫക്റ്റാണ് ഉണ്ടാവുക, ഒന്നുകിൽ ഹൈപ്പോ അല്ലെങ്കിൽ ഹൈപ്പർ. സോ ഹൈപ്പർ ആണെങ്കിൽ എന്ത് സംഭവിക്കും, കൂടുതൽ കാൽഷ്യത്തിന് ബ്ലഡിലേക്ക് സപ്ലൈ ചെയ്യുന്നതിന്റെ റിസൾട്ടായിട്ട് ഹൈപ്പർ കാൽഷ്യമീമിയ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ പഠിക്കുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഹൈപ്പോ പാരാതൈറോയിഡിസം ആണ്. ഇവിടെ പാരാതൈറോയിഡ് ഗ്ലാൻഡിന്റെ പ്രൊഡക്ഷൻ, ഹോർമോൺ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് കുറയും. ഓക്കെ, സോ നമുക്ക് എന്തൊക്കെയാണ് സംഭവിക്കുക, എങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരിക എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. പാരാതൈറോയിഡ് ഗ്ലാൻഡ്, it produces a parath hormone that helps in the regulation of blood calcium level. നമ്മൾ നേരത്തെ പറഞ്ഞു, ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോണിന്റെ പേര് എന്ന് പറയുന്നത് പാരാതൈറോയിഡ് ഹോർമോൺ അല്ലെങ്കിൽ പാരാത്ത് ഹോർമോൺ എന്നാണ്. അതിന്റെ ഫംഗ്ഷൻ ബ്ലഡിൽ കാൽഷ്യം ലെവലിനെ റെഗുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. സോ കമ്മിങ് ടു നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് ഹൈപ്പോ പാരാതൈറോയിഡിസം ആണ്, അതായത് ഹോർമോൺ പ്രൊഡക്ഷൻ കുറയുന്ന അവസ്ഥ. പാരാത്ത് ഹോർമോണിന്റെ പ്രൊഡക്ഷൻ കുറഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, ബ്ലഡിലേക്കുള്ള കാൽഷ്യം സപ്ലൈ അല്ലെങ്കിൽ ബ്ലഡിലെ കാൽഷ്യം ലെവൽ എന്ന് പറയുന്നത് കുറയുന്നു. അതിന് പറയുന്ന പേരാണ് ഹൈപ്പോ കാൽഷ്യമീമിയ. ഹൈപ്പോ കാൽഷ്യമീമിയ വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, അതിന്റെ റിസൾട്ട് ആയിട്ട് ബോഡിയിലുള്ള സ്മൂത്ത് മസിൽസ് ഒക്കെ സ്പാസം അല്ലെങ്കിൽ സ്റ്റിഫ്നെസ് ഒക്കെ ഉണ്ടാവും. അതിന് പറയുന്ന പേരാണ് ടെറ്റനി എന്ന് പറയുന്നത്. സോ ഡിക്രീസ്ഡ് പ്രൊഡക്ഷൻ ഓഫ് പാരാത്ത് ഹോർമോൺ ദാറ്റ് റിസൾട്ട്സ് ഇൻ ഹൈപ്പോ കാൽഷ്യമീമിയ ആൻഡ് ഫൈനലി റിസൾട്ട്സ് ഇൻ ടെറ്റനി. സോ ടെറ്റനി എന്ന് പറഞ്ഞാൽ എന്താണ്, ഹൈപ്പോ കാൽഷ്യമീമിയുടെ റിസൾട്ട് ആയിട്ട് ബോഡിയിലുള്ള സ്മൂത്ത് മസിൽസ് ഒക്കെ സ്റ്റിഫ് ആവുന്നു അല്ലെങ്കിൽ നമ്പ് ആവുന്നു അല്ലെങ്കിൽ ടിംഗ്ലിംഗ് ഒക്കെ ഉണ്ടാവുന്നതിനെയാണ് നമ്മൾ ടെറ്റനി എന്ന് പറയുന്നത്. സോ ഇത് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് വരാൻ ഒരു റീസൺ എന്ന് പറയുന്നത് തൈറോയിഡക്ടമി എന്ന് പറയുന്ന സർജറി ചെയ്തു കഴിഞ്ഞാൽ, തൈറോയിഡക്ടമി ചെയ്യുന്ന സമയത്തും എന്ത് സംഭവിക്കാം, ആക്സിഡന്റലി പാരാതൈറോയിഡ് ഗ്ലാൻഡ് കൂടെ റിമൂവ് ആയി പോകാനുള്ള സാധ്യതകളുണ്ട്. അങ്ങനെ പാരാതൈറോയിഡ് ഗ്ലാൻഡ് റിമൂവ് ആയി പോയി കഴിഞ്ഞാൽ വീണ്ടും എന്ത് സംഭവിക്കും, ബ്ലഡിൽ കാൽഷ്യം ലെവൽ കുറയും. സോ ടെറ്റനിയിലേക്ക് അത് ലീഡ് ചെയ്യും. അപ്പോൾ തൈറോയിഡക്ടമി കഴിയുന്ന ഒരു പേഷ്യന്റിനെ നമ്മൾ എപ്പോഴും മോണിറ്റർ ചെയ്യേണ്ട ഒരു കാര്യമാണ് ബ്ലഡിൽ കാൽഷ്യം ലെവൽ എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ്, പാരാതൈറോയിഡ് ഗ്ലാൻഡ് റിമൂവ് ആയി പോകുന്നത് കൊണ്ട്. അപ്പൊ അങ്ങനെ ഉണ്ടായി കഴിഞ്ഞാൽ കാൽഷ്യം ലെവൽ കുറയുന്നു, എന്തൊക്കെ ഫീച്ചേഴ്സ് ആണ് ഉണ്ടാവുക എന്നുള്ളതൊക്കെയാണ് ഇതിൽ പ്രധാനമായിട്ടും നമ്മൾ പഠിക്കാൻ പോകുന്ന കാര്യങ്ങൾ. ഓക്കെ, സോ ഡിക്രീസ് പ്രൊഡക്ഷൻ ഓഫ് പാരാത്ത് ഹോർമോൺ ദാറ്റ് റിസൾട്ട്സ് ഇൻ ഹൈപ്പോകാൽഷ്യമീമിയ ആൻഡ് ഫൈനലി റിസൾട്ട്സ് ഇൻ ടെറ്റനി. നമുക്ക് ഇനി ടെറ്റനി എന്താണെന്നുള്ളത് നോക്കാം. ടെറ്റനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു, സ്മൂത്ത് മസിൽ സ്പാസം ഡ്യൂ ടു ഹൈപ്പോകാൽഷ്യമീമിയ. കാൽഷ്യം ലെവൽ കുറയുന്നതിന്റെ റിസൾട്ട് ആയിട്ട് ബോഡിയിലെ സ്മൂത്ത് മസിൽസ് ഒക്കെ സ്പാസം ആവുന്നതിനെയാണ് നമ്മൾ ടെറ്റനി എന്ന് പറയുന്നത്. എന്തൊക്കെയാണ് ക്ലിനിക്കൽ ഫീച്ചേഴ്സ് നോക്കാം. മസിൽ സ്പാസം ആൻഡ് ട്വിച്ചിങ്. നമ്മൾ നേരത്തെ പറഞ്ഞ മസിൽ സ്പാസം ഉണ്ടാവും, ട്വിച്ചിങ്, ഒരു ഭാഗത്തേക്ക് കൂടിപ്പോകുന്നു, ട്വിച്ചിങ് എന്ന് പറയുന്നത്. ഓക്കെ, രണ്ടാമത്തെയും മൂന്നാമത്തെയും 2 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സൈൻസ് ആണ്. ഇത് പിക്ചർ തന്നിട്ട് നമുക്ക് എക്സാമിന് ചോദിക്കും, അതേപോലെ തന്നെ എന്താണ് അതിന്റെ ഡെഫിനിഷൻ എന്ന് ചോദിക്കും. അതല്ലെങ്കിൽ ഹൈപ്പോ പാരാതൈറോയിഡിസം ആണെങ്കിൽ കാണുന്ന ഫീച്ചർ എന്താണെന്നൊക്കെ രീതിയിൽ ക്വസ്റ്റ്യൻസ് വരും. സോ സയൻസിൽ ഫസ്റ്റ് എന്ന് പറയുന്നത് ട്രോഷ്യോസ് സൈൻ ആണ്. ട്രോഷ്യോസ് സൈൻ എന്ന് പറഞ്ഞാൽ നംനെസ് ആൻഡ് സ്പാസം ഓഫ് ലോവർ ആം വെൻ ബി പി കഫ് ഈസ് ഇൻഫ്ലേറ്റഡ്. നമ്മൾ ബി പി കഫ് കെട്ടിയതിനു ശേഷം ബി പി കഫ് ഇത് ഇൻഫ്ലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബ്ലഡിൽ കാൽഷ്യം ലെവൽ കുറവാണെന്നുണ്ടെങ്കിൽ ഈ ഭാഗത്തെ നമ്മുടെ റിസ്റ്റിന്റെ ഭാഗം ട്വിച്ചിങ് ഉണ്ടാവും. ലോവർ ആം ആണ്, മെയിൻലി റിസ്റ്റ് ആണ് ട്വിച്ചിങ് ഉണ്ടാവുക. ഇങ്ങനെ റിസ്റ്റ് അകത്തേക്ക് ഡീവിയേറ്റ് ആവും. അങ്ങനെ ഡീവിയേറ്റ് ആവുന്നതിന് നമ്മൾ പറയുന്ന ഒരു ടേം ആണ് കാർപ്പോ പീഡൽ സ്പാസം എന്ന്.
ഇത്രയും ഏരിയ നമ്മൾ കാർപ്പൽ ഏരിയ എന്ന് പറയും. കാരണം ഈ ബോൺസ് കാർപ്പൽ ബോൺസ് ആണ്, കാർപ്പൽ മെറ്റാകാർപ്പൽ ബോൺസ് ആണ് അവിടെ ഉള്ളത്. സോ ഈ റിസ്റ്റ് അകത്തേക്ക് ട്വിച്ചിങ് ആവുന്നതിനെ അല്ലെങ്കിൽ ഡീവിയേറ്റ് ചെയ്യുന്നതിനെ കാർപ്പോ പീഡൽ സ്പാസം എന്ന് പറയും. അതല്ലെങ്കിൽ സിമ്പിൾ ആയിട്ട് സ്പാസം ഓഫ് ലോവർ ആം വെൻ ബി പി കഫ് ഈസ് ഇൻഫ്ലേറ്റഡ് എന്ന് പറയും. ഓക്കെ, ഇതാണ് ട്രോഷോ സൈൻ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ എക്സാമിന് ചോദിക്കുന്ന സമയത്ത് ബി പി ചെക്ക് ചെയ്യുന്ന സമയത്ത് സഡൻലി പേഷ്യന്റിന്റെ റിസ്റ്റ് അകത്തേക്ക് ഡീവിയേറ്റഡ് ആയി, അപ്പോൾ നമ്മൾ ഇൻഫോം ചെയ്തു ഈ ബ്ലഡിൽ ഏത് ലെവലാണ് നമ്മൾ നോക്കുക അല്ലെങ്കിൽ എന്ത് ലാബ് വാല്യൂ ആണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാൽഷ്യം ലെവലാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. ഇനി ഗ്ലാൻഡിന്റെ കാര്യമാണ് ചോദിക്കുന്നതെങ്കിൽ പാരാതൈറോയ്ഡ് ഗ്ലാൻഡ് ആണ്, അല്ലെങ്കിൽ പാരാതൈറോയ്ഡ് ഹോർമോൺ ലെവലൊക്കെയാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. ഓക്കെ, സോ ഇതാണ് ട്രോഷോ സൈൻ. ബി പി കഫ് കെട്ടിയിട്ട് ഇൻഫ്ലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ റിസ്റ്റ് അകത്തേക്ക് ട്വിസ്റ്റിംഗ് അല്ലെങ്കിൽ ട്വിച്ചിങ് ഉണ്ടാവുന്നു. അതിനെ പറയുന്ന പേര് കാർപ്പോ പീഡൽ സ്പാസം എന്നാണ്. ഓക്കെ, രണ്ടാമത്തെ സൈൻ എന്ന് പറയുന്നത് ചോസ്റ്റെക് സൈൻ ആണ്. ചോസ്റ്റെക് സൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്വിച്ചിങ് ഓഫ് ദ ഫേസ് വെൻ ടാപ്ഡ് വിത്ത് ഫിംഗേഴ്സ് എന്നാണ്. അപ്പൊ നമ്മൾ നമ്മുടെ ചീക്ക് ബോണിൽ ഫിംഗർ വെച്ച് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഫേസ് ആ ഭാഗത്തേക്ക്, ഏത് സൈഡിലാണോ ടാപ്പ് ചെയ്യുന്നത് ഫേസ് ഒരു ഭാഗത്തേക്ക് ട്വിച്ചിങ് ഉണ്ടാവുന്നു അല്ലെങ്കിൽ കൂടിപ്പോകുന്നു. ഇതാണ് ചോസ്റ്റെക് സൈൻ. അപ്പൊ ഈ രണ്ട് സൈൻസും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഫേഷ്യൽ ഏരിയയിൽ ട്വിച്ചിങ് ഉണ്ടാവുന്നു, രണ്ടാമത്തെ റിസ്റ്റിൽ ട്വിച്ചിങ് ഉണ്ടാവുന്നു. ട്വിച്ചിങ് മാത്രമല്ല, നംനെസ്, സ്പാസം, ടിംഗ്ലിംഗ് സെൻസേഷൻ ഒക്കെ ഉണ്ടാവുന്നതാണ് ഹൈപ്പോ പാരാതൈറോയിഡിസത്തിന്റെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ്. അതിൽ രണ്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സൈൻസ് ആണ് ട്രോഷോ സൈനും ചോസ്റ്റെക് സൈനും. ഓക്കെ, അപ്പൊ കാൽഷ്യം ലെവൽ കുറയുന്നത് കാരണം കൊണ്ട് മാനേജ്മെന്റ് ആയിട്ട് നമ്മൾ കൊടുക്കുന്നത് കാൽഷ്യം സപ്ലിമെന്റ് ആണ്. അതായത് IV കാൽഷ്യം ഗ്ലൂക്കോണേറ്റ് ആണ് ഇതിന്റെ മാനേജ്മെന്റ്. ഓക്കെ, സോ ഇത്രയാണ് നമ്മുടെ തിയറി സെക്ഷൻ എന്ന് പറയുന്നത്. സോ പാരാതൈറോയ്ഡ് ഹോർമോൺ എന്ന് പറയുന്നത് അല്ലെങ്കിൽ പാരാതൈറോയ്ഡ് ഗ്ലാൻഡ് എന്ന് പറയുന്നത് തൈറോയ്ഡ് ഗ്ലാൻഡിന്റെ അകത്ത് തന്നെയുള്ള 4 ചെറിയ ഗ്ലാൻഡുകളാണ്. അതിന്റെ ഫംഗ്ഷൻ അത് പാരാത് ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നു. പാരാത് ഹോർമോൺ ആണ് ബ്ലഡിലെ കാൽഷ്യം എല്ലാം റെഗുലേറ്റ് ചെയ്യുന്നത്. സോ ഹൈപ്പോ പാരാതൈറോയിഡിസത്തിൽ ഹോർമോൺ പ്രൊഡക്ഷൻ കുറയും, കാൽഷ്യം ലെവൽ കുറയും, ഹൈപ്പോ കാൽഷ്യമി ഉണ്ടാകും. അതിന്റെ റിസൾട്ട് ആയിട്ട് കോംപ്ലിക്കേഷൻ ആയിട്ട് ടെറ്റനി ഉണ്ടാകും. ടെറ്റനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്മൂത്ത് മസിൽ സ്പാസം ഡ്യൂ ടു ഹൈപ്പോകാൽസീമിയ. ഓക്കെ, അതിന്റെ ഫീച്ചേഴ്സ് നമ്മൾ പറഞ്ഞു. പ്രധാനപ്പെട്ട രണ്ട് സൈൻസ് ആണ് ട്രോഷോ സൈനും ചോസ്റ്റെക് സൈനും. മാനേജ്മെന്റിൽ കാൽഷ്യം കുറവായത് കാരണം IV കാൽഷ്യം ഗ്ലൂക്കോണേറ്റ് കൊടുക്കുന്നു. ഓക്കെ, ഇനി നമുക്കിതിന്റെ ക്വസ്റ്റ്യൻ, ഒരു സാമ്പിൾ ക്വസ്റ്റ്യൻ കൂടെ നമുക്ക് നോക്കാം. ഇതാണ് പിക്ചർ എന്ന് പറയുന്നത്. ട്രോഷോ സൈനിന്റെ പിക്ചർ. BP കഫ് നമ്മൾ കെട്ടിയതിനു ശേഷം ഇൻഫ്ലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്രയും ഭാഗം നോക്കിയാൽ ട്വിച്ചിങ് ഉണ്ടാവുന്നു അല്ലെങ്കിൽ സ്പാസം ഉണ്ടാവുന്നു. ഇതിനെയാണ് നമ്മൾ കാർപ്പോ പീഡൽ സ്പാസം എന്ന് പറയുന്നത്. രണ്ടാമത്തെ ചോസ്റ്റെക് സൈൻ ആണ്. ചീക്ക് ബോണിൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഫേസ് ഒരു സൈഡിലേക്ക് ട്വിച്ചിങ് ഉണ്ടാവുന്നു, ഓടിപ്പോകുന്നു. ഓക്കെ, ഇനി ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ആഫ്റ്റർ അണ്ടർഗോയിങ് എ തൈറോയിഡെക്ടമി, എ ക്ലയന്റ് ഈസ് മോണിറ്റർഡ് ഫോർ സൈൻസ് ഓഫ് ഡാമേജ് ടു ദ പാരാതൈറോയ്ഡ് ഗ്ലാൻഡ് പോസ്റ്റ് ഓപ്പറേറ്റീവ്ലി. The nurse would determine which findings suggest damage to the parathyroid glands. Okay, അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു തൈറോയിഡെക്ടമി കഴിഞ്ഞൊരു പേഷ്യന്റിനെ നമ്മൾ അസസ് ചെയ്യാണ് പാരാതൈറോയ്ഡ് ഗ്ലാൻഡിന് ഇഞ്ചുറി ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത്. അപ്പൊ ഏത് ഫൈൻഡിങ് ആണ് പാരാതൈറോയ്ഡ് ഗ്ലാൻഡിന് ഇഞ്ചുറി ഉണ്ടായിട്ടുള്ളത് നമുക്ക് അറിയാൻ പറ്റുക എന്നുള്ളതാണ്. അപ്പൊ പാരാതൈറോയ്ഡ് ഗ്ലാൻഡിന് ഇഞ്ചുറി ഉണ്ടായി കഴിഞ്ഞാൽ പാരാത് ഹോർമോൺ കുറയും, ബ്ലഡിൽ കാൽഷ്യം കുറയും, ടെറ്റനി ഉണ്ടാവും. ഓക്കെ, ഓപ്ഷൻസ് നോക്കാം. A ഫീവർ, B നെക്ക് പെയിൻ, C hoarseness, D tingling around the mouth. അപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ്. അപ്പോൾ നമുക്ക് ആൻസർ എല്ലാം നിങ്ങൾക്ക് തന്നെ അറിയുന്നുണ്ടാവും. ഫീവർ, നെക്ക് പെയിൻ, ഹോഴ്സ്നെസ്, ടിംഗ്ലിംഗ് അറൗണ്ട് ദ മൗത്ത്. അപ്പോൾ പാരാതൈറോയ്ഡ് ഗ്ലാൻഡ് കട്ടായി പോയി കഴിഞ്ഞാൽ പാരാത് ഹോർമോൺ കുറയുമെന്നും കാൽഷ്യം കുറയുമെന്നും ടെറ്റനി കുറയുമെന്നും, അങ്ങനെ ടെറ്റനി ഉണ്ടായി കഴിഞ്ഞാൽ ഉണ്ടാവുന്ന പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് ആണ് നംനെസ്, സ്പാസം ആൻഡ് ടിംഗ്ലിംഗ് സെൻസേഷൻ. ഓപ്ഷൻ D ആണ് റൈറ്റ് ആൻസർ വരുന്നത്, ടിംഗ്ലിംഗ് അറൗണ്ട് ദ മൗത്ത്. നമ്മൾ ചോസ്റ്റെക് സൈനിൽ പറഞ്ഞ പോലെ ചീക്ക് ബോണിൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്രയും ഭാഗത്ത് നംനെസ്, സ്പാസം, ട്വിച്ചിങ്, ടിംഗ്ലിംഗ് ഇതെല്ലാം ഉണ്ടാവുന്നു. സോ ആൻസർ ഈസ് D, tingling around the mouth.